ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് +2 ഓണം എക്സാം സ്റ്റഡി പ്ലാനാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കാം. അതേപോലെ പല സ്കൂളുകളിലും യൂണിറ്റ് ടെസ്റ്റുകൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഓണം എക്സാമിന് നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പൊട്ടും വഴിക്ക് പിന്നെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നോക്കാനായിട്ട് പോകുന്നത് എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനായിട്ടുണ്ട്. 18 ചാപ്റ്റേഴ്സാണ് PCMB മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഉള്ളത്. മീൻസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ബയോളജി. ഈ ഒരു സയൻസ് സബ്ജക്റ്റുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 18 ചാപ്റ്റേഴ്സ്. അതിന് പുറമെ ഇംഗ്ലീഷ് എന്തായാലും ഒരു 2 യൂണിറ്റ് ഉണ്ടായിരിക്കുമല്ലോ. 2 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അപ്രോക്സിമേറ്റ്ലി ഒരു 8 ചാപ്റ്റേഴ്സ്. അപ്പോൾ തന്നെ നമുക്കറിയാം 26 ചാപ്റ്റേഴ്സ് ഇംഗ്ലീഷ് കൂടി കൂട്ടിക്കഴിഞ്ഞാലുണ്ട്. എന്നാൽ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ അതുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു 35 ബിലോ ആയിരിക്കും നിങ്ങളുടെ ഓണം എക്സാം സിലബസ് എന്ന് പറയുന്നത്. അതുപോലെ എത്ര ദിവസമാണ് ഇനി ബാക്കിയുള്ളത്, അത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി 30 ദിവസം ആണ് ഇനി ബാക്കിയുള്ളത്. ഈ 30 ദിവസം എന്നുള്ളത് വ്യത്യാസപ്പെടും. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ 2-3 ദിവസം കണ്ട് കാണുകയാണെങ്കിൽ അത്രയും ദിവസം കുറഞ്ഞു. അപ്പോൾ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം ഏകദേശം ഒരു 12 ദിവസം ഇനി ബാക്കിയുണ്ട്. നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 10 ദിവസം എന്ന് കണക്കിലെടുക്കാം. ഓക്കെ, 10 ദിവസം നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം. പിന്നീട് അടുത്ത മാസം ഒരു 18 ദിവസം, അല്ലെങ്കിൽ വേണ്ട 17 ദിവസമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, ടോട്ടലി എന്തായാലും 10 ദിവസത്തിന് കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 27 ദിവസമായിരിക്കും നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഇനി പഠിക്കാനായിട്ട് ബാക്കിയുള്ളത്. 18-ാം തീയതി തൊട്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും എക്സാം തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എത്രത്തോളം ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനായിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ബയോളജി എന്ന് പറയുമ്പോൾ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നോക്കാം. ഞാൻ പറഞ്ഞു 18 ചാപ്റ്റേഴ്സ് ടോട്ടൽ ഉണ്ട്. ഓക്കെ, ഫിസിക്സ് നോക്കുന്ന സമയത്ത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. നമ്മൾ ഫിസിക്സിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽസ് ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ NCERTയിലുള്ള ന്യൂമറിക്കൽസ് പ്രത്യേകിച്ച് എക്സാമ്പിൾസ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും എക്സസൈസിലെ സെലക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. അതുപോലെ തന്നെ എക്സാമ്പിൾസ് എന്തായാലും ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ നിന്നുള്ള ടഫ് ക്വസ്റ്റ്യൻസും ഈസി ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചാർജിനെ കുറിച്ച് കുറേ ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറേ ലോസ് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെറൈവ് ചെയ്യാൻ കുറേ എക്സ്പ്രഷൻസ് ഉണ്ട്. അതൊക്കെ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പാഠം തന്നെയാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഏറ്റവും കൂടുതൽ ഡെറിവേഷൻസ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 6 to 8 ഡെറിവേഷൻസ് എന്തായാലും ഉണ്ട്. ഓക്കെ, അതിലെ മിക്ക ഡെറിവേഷൻസും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻസ് നല്ലുള്ള ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ കോൺസെപ്റ്റ് കുറേ പഠിക്കാനായിട്ടുണ്ട്. നമുക്കറിയാം ചാപ്റ്റർ പറയുന്ന പോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ്. അതെന്ന് പറയുന്നത് അത്യാവശ്യം കുറേ കാര്യങ്ങൾ അതിൽ പഠിക്കാനായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നുണ്ട്. മെയിനായിട്ട് പ്രോബ്ലം ചോദിക്കുന്ന രീതിയാണ്. സീരീസ് പാരലൽ എന്ന് പറയുന്ന 2 കോമ്പിനേഷൻസ് നമ്മൾ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്ത് കറണ്ട് ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ മെയിനായിട്ട് നമ്മുടെ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചിട്ടുള്ള I=Q/T എന്ന് പറയുന്ന ഇക്വേഷനൊക്കെ ഉണ്ടല്ലോ. ആ ഇക്വേഷനിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ വലിയ വലിയ കുറേ കോൺസെപ്റ്റുകൾ നമ്മൾ ഹയർ ലെവലായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. അതേപോലെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടി വരുന്നുണ്ട്. അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക 60 മാർക്സിനായിരിക്കും. ഇതിലുള്ള എല്ലാ സബ്ജക്റ്റും, ഞാനിപ്പോൾ പറയുന്ന 4 സബ്ജക്റ്റും 60 മാർക്സിനായിരിക്കും ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും 240 മാർക്സിനായിരിക്കും നമ്മുടെ സയൻസ് സബ്ജക്റ്റുകൾ PCMB കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി നോക്കുന്ന സമയത്ത് സൊല്യൂഷൻസ് വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, സൊല്യൂഷൻസ് പഠിക്കാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയട്ടെ, സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്ന കുറേ കോൺസെപ്റ്റുകൾ ഡീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ കഴിഞ്ഞ തവണ പഠിച്ചിട്ടുള്ള കുറേ കോൺസെൻട്രേഷൻ ടേംസ്, കുറേ ഒന്നുമില്ല, 2-3 എണ്ണം നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. മൊളാലിറ്റി അങ്ങനെയുള്ള കുറച്ചെണ്ണം, മാസ് പെർസെൻറ്റേജ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നോക്കുക. അവിടെ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. മോൾ ഫ്രാക്ഷനൊക്കെ പോലുള്ള ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ പ്രോബ്ലംസ് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്ത് പഠിക്കണം. എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതെന്നും നല്ല രീതിയിൽ മനസ്സിലാക്കുക.
അതുപോലെ തന്നെ സൊല്യൂഷൻസിൽ നമുക്ക് കുറേ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്, നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൻറീസ് ലോ, റവോൾസ് ലോ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. 4 പഠിക്കാനായിട്ടുണ്ട്. 4 വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഒരു ഇക്വേഷൻസ് എങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇക്വേഷൻസിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ് നമ്മുടെ സോൾട്ടും ഐസൊക്കെ വെച്ചിട്ടുള്ള കുറേ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അപ്ലിക്കേഷൻസ് പഠിക്കുന്നുണ്ട്. എന്താണ് ഐസ് ഏരിയാസിലൊക്കെ സോൾട്ട് യൂസ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ അപ്ലിക്കേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇതൊരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രിയെ കുറിച്ച് പറയുന്ന സമയത്ത് മെയിനായിട്ട് ഗാൽവനിക് സെൽ ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോലിറ്റിക് സെൽ ഉണ്ട്. ഇതിൽ ഗാൽവനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും രണ്ടിനെയും കുറിച്ച് ഡീൽ ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി സെൽസ്, ഇതിനെയൊക്കെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. ഗാൽവാനിക് സെല്ലിനെ കുറിച്ച് 10th കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എക്സ്പാൻഡഡ് വേർഷൻസ് ആണ് ഇവിടെ കവർ അപ്പ് ചെയ്യുന്നത്. ഒരു ചാപ്റ്റർ ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ള എൻ്റെ ഒപ്പീനിയനിൽ സൊല്യൂഷൻസുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒന്നും കൂടി പേഴ്സണലി തന്നെ ഒന്നും കൂടി സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേൺസ്റ്റ് ഇക്വേഷനൊക്കെ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് നല്ല ടഫായിട്ടും ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെ തോന്നുമെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അതിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. ഇനി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും നേൺസ്റ്റ് ഇക്വേഷൻസ് ബേസിക് ആയിട്ടുള്ള ആ ഒരു ഇക്വേഷൻസിൻ്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാനായിട്ട് പറ്റും. അടുത്താണ് കെമിക്കൽ കൈനറ്റിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ D&F ബ്ലോക്ക് എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അടുത്താണ് മാത്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇതിലുള്ള കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ബോറടിക്കുന്ന കോൺസെപ്റ്റുകളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ത്രില്ല് ഉണ്ടാവില്ല ചില കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബോറടിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി. എനിക്ക് ട്രിഗണോമെട്രിയോട് പൊതുവെ കുറച്ച് കുറച്ചും കൂടി മതിപ്പുള്ളത് എനിക്ക് ട്രിഗണോമെട്രിയോടാണ്. കാരണം നമുക്കൊരു ത്രില്ലുണ്ടാവും, ഇതെങ്ങനെ കാണാം. സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ടൊന്നും അല്ല, നമുക്കൊരു ത്രില്ലുണ്ടാവുമല്ലോ ഇതൊക്കെ കണ്ടുപിടിക്കാൻ. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമാണ് ട്രിഗണോമെട്രി. പക്ഷേ നല്ല പണിയാണ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നതല്ലേ. അടുത്ത ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ മാർക്കിന് വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണല്ലോ. ഒരു 3 to 4 മാർക്സിന് അതിന് ചോദ്യങ്ങൾ വരാറുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം ഓണം എക്സാമിന് അത്യാവശ്യം മാർക്സിന് വരാറുണ്ട്. ബോർഡ് എക്സാമിൻ്റെ കാര്യം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മെട്രിസസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. മെയിനായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തായാലും മൾട്ടിപ്ലിക്കേഷനിൽ നിന്ന് എല്ലാ എക്സാമിനും ചോദ്യം വരും. അതുപോലെ തന്നെ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻസ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ പഠിക്കാനുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് തന്നെയാണ് മെട്രിസസും ഡിറ്റർമിനൻസും. ഒന്നും കൂടി സിമ്പിൾ എന്ന് പറയാൻ ഫസ്റ്റ് ഞാൻ റേറ്റ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ ഡിറ്റർമിനൻസിന് കൊടുക്കും. പിന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ ട്രിഗ്നോമെട്രി. അടുത്തത് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് ബയോളജിയാണ്. ബയോളജി എന്ന് പറയുമ്പോൾ ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്. ഈ ഒരു വർഷം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ബോട്ടണിയിൽ നിന്ന് 5 ചാപ്റ്റേഴ്സ് ആൻഡ് സുവോളജിയിൽ നിന്ന് ഏകദേശം ഒരു 8 ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട്. ബോട്ടണിയിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളതെന്ന് വിചാരിച്ചുകൊണ്ട് സമാധാനിച്ചിരിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ആണെങ്കിൽ പോലും പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ അത്യാവശ്യം കണ്ടൻറ്റ് പഠിക്കാനായിട്ടുണ്ട്. അത്യാവശ്യം വാസ്റ്റ് ആണ് ഓരോ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്ലാൻസും ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിന് ഉണ്ടായിരിക്കുക, ഓണം എക്സാമിന്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ പഠിക്കുകയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നേരത്തെ ഞാൻ കെമിസ്ട്രിയുടെ സൊല്യൂഷൻസ് എങ്ങനെ പഠിക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പറയാമെന്ന് പറഞ്ഞിട്ട് അതും കൂടി ഞാൻ ഇതിലൂടെ പറയാം. ഇത്രയേ ഉള്ളൂ. രണ്ടും പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ഒരു ലെക്ചറിനെ വാച്ച് ചെയ്യുക, ശേഷം അതിൽ നിന്നൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ലെക്ചർ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഒരു മെയിൻ നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളും വളരെ ഡീപ്ലി എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഓൺ നോട്ട്സ് നിങ്ങൾ എന്തായാലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന് പുറമെ നിങ്ങൾക്ക് കുറച്ചും കൂടി ടഫാണ് ആ സബ്ജക്റ്റ്, കെമിസ്ട്രി ബയോളജി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം കവർ ചെയ്യുന്ന കുറച്ച് നെമോണിക്സും മൈൻഡ് മാപ്സും അങ്ങനെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഓൺ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ശേഷം മാത്രം NCERT എടുത്ത് വായിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ടൊന്നും വായിക്കാതെ NCERT എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുന്നത് പോലും ചിലവർക്ക് മനസ്സിലാവില്ല. അത് കാരണം അതിൽ കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മളൊരു ലെക്ചർ വാച്ച് ചെയ്യുക, പിന്നെ ഓൺ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക.
അതിനെ റെഫർ ചെയ്തതിന് ശേഷം മാത്രം NCERT റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് എല്ലാ NCERT ടെക്സ്റ്റ് എല്ലാ സബ്ജക്റ്റിനും ഈ ഒരു കാര്യം ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ സുവോളജിയുടെ കാര്യം നോക്കുന്ന സമയത്ത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, എന്നാൽ പോലും എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്നും മനസ്സിലാവാത്ത ബുദ്ധിമുട്ട് വരും. ഈ ബുദ്ധിമുട്ട് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് വായിക്കാത്ത സമയത്താണ്. കാരണം ടെക്സ്റ്റ് നന്നായിട്ട് ഈ ഒരു ചാപ്റ്റർ വായിച്ചാൽ തന്നെയാണ് അതിലത്തെ ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വെറും PYക്ക് മാത്രം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു പോയാൽ മാത്രം പോരാ, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. കുറേ ടേംസ് ഒക്കെ വരുന്നുണ്ട്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കുറേ PYക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ കുറേ ടേംസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സ്വിഫ്റ്റ്, ഗിഫ്റ്റ്, അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് സാധാരണ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ 10th നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ജനറ്റിക്സിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ സയൻറ്റിസ്റ്റുകൾ നടത്തിയിട്ടുള്ള ഓരോ എക്സ്പെരിമെൻസും അതിലൂടെ അവർ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ടഫ് തന്നെ ആയിരിക്കും പലവർക്കും ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. 10th ഒരു ബേസുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവിടെയുള്ള ടോപ്പിക്സ് ഒന്നും കൂടി കൂടുതലായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ കുറച്ചുകൂടി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ PCMBയുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ EW ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. EW ബാച്ചിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. ഇതിലെ മെജോറിറ്റി ഓഫ് സബ്ജക്റ്റിൻ്റെ ചാപ്റ്റേഴ്സും അവിടെ കവറപ്പ് ആയിട്ടുണ്ട് എന്നുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ ഈ ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തി, ക്ലാസ് ടെസ്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അത് ആ ഒരു ചാപ്റ്റേഴ്സ് ക്ലാസ് ടെസ്റ്റിനുണ്ടായിരുന്ന 1-2 ചാപ്റ്റേഴ്സ് ഇനി പഠിക്കാനായിട്ട് നേരെയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ബാച്ചസിലൊക്കെ 1 ഷോട്ട്സ് അവൈലബിൾ ആയിരിക്കും. മീൻസ് ഒരു 4 മണിക്കൂറിൻ്റെ ക്ലാസ് 2 മണിക്കൂറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സസ് ആയിരിക്കും അവ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയെ ഡിപ്പെൻഡ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ 1 ഷോട്ട്സ് പഠിച്ച് 1 ഷോട്ട്സ് യൂസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം എന്ന് പറയുന്നത് യൂസ് നെമോണിക്സ്, ഷോർട്ട് നോട്ട്സ്, മൈൻഡ് മാപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ചില ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള നേരം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സ് വളരെ ക്വിക്കായിട്ട് വേണം നിങ്ങൾ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്വിക്കായിട്ട് പഠിച്ചു തീർക്കുന്ന സാധനങ്ങൾ നല്ല ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിരിക്കണം. അങ്ങനെ നിങ്ങളെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പഠിച്ചു തീർക്കാൻ സഹായിക്കുന്നവയാണ് ഈ ഷോർട്ട് നോട്ട്സ്, മൈൻഡ് മാപ്സ് എന്നൊക്കെ പറയുന്നത്. പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു റിവൈസിങ് പോലെയാണ് നിങ്ങൾക്ക് ഇതിനെ യൂസ് ആക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് NCERT റീഡ് ചെയ്യുക. ഓക്കെ, മെയിനായിട്ട് ബയോമാക്സിനും രണ്ടിനും എന്തായാലും നിങ്ങൾ NCERTനെ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ് നിങ്ങൾ മെയിനായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നല്ല രീതിയിൽ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PYQ മോഡൽ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുക. HSS ലൈഫ്, HSS ഗുരു ഇങ്ങനെയുള്ള വെബ്സൈറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.